യാത്ര പോകും. ഇടയ്ക്കിടയ്ക്ക് നല്ല യാത്രകൾ പോകും. നമുക്ക് സമ്പത്തുണ്ടെങ്കിൽ അല്ലാത്ത ഹജ്ജിന് പോലും പോകൂല, ചെയ്യേണ്ട ഒരു അമല് പോലും ചെയ്യൂല. ഒരു യാത്ര പോകണ്ടേ, ഹജ്ജിന് പോകണ്ടേ, പോകൂല, പിടിച്ചു വെക്കാൻ. ഖുൽ സീറൂ ഫിൽ അർള് ثم انظروا كيف كان عاقبة المجرمين. മുൻഗാമികളാകുന്ന ആളുകളെ, അള്ളാഹുവിനെ നിഷേധിച്ചതാകുന്ന ജനങ്ങളെ ഏത് രീതിയിലാണ് പടച്ചറപ്പരോട് പെരുമാറിയത് എന്ന് നോക്കണേ. അതിനുവേണ്ടി നിങ്ങൾ നല്ല യാത്ര ചെയ്യണേ എന്ന് വിശുദ്ധമായ ഖുർആൻ. സീറൂ ഫിൽ അർള് ثم انظروا كيف كان عاقبة المجرمين. അപ്പൊ നല്ല രാജ്യങ്ങളിലേക്ക് യാത്ര പോകണം, സമ്പത്തുള്ളവനും കഴിവുള്ളവനും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഫോറിനേഴ്സ് പോകുന്നത്, അവര് പോകുന്നതൊക്കെ മോശമായ യാത്രയായിരിക്കും. കോവളത്ത് പോയിട്ട് സ്ഥാനമില്ലാതെ കിടക്കുകയായിരിക്കും. നമ്മൾ അങ്ങനെ പോകാനല്ല, നല്ല നല്ല യാത്രകൾ ഇടയ്ക്ക് പോകണം. അത് ഖൈറാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ദീൻ അനുവദിച്ച കാര്യമാണ്, അത് വേണം. പ്രത്യേകിച്ച് കുടുംബജീവിതം നയിക്കുന്നവൻ, ഭാര്യ മക്കളെയൊക്കെ ഈ വെക്കേഷനാണ് എവിടാ പോയത്? എങ്ങും പോയിട്ടില്ല, വീട്ടിൽ തന്നെ ഇരിക്കുക, AC ഇട്ടിട്ട് റാഹത്തായിട്ട്. കറണ്ട് ബില്ല് 12,000 വന്നിട്ട് കടന്ന് പറയ്ക്കാണ്, ഫേസ്ബുക്കിൽ ലൈവ് ചെയ്യുക. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അല്ലാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. AC എടുക്കാത്ത ഒരുത്തനുമില്ല, എല്ലാവരും AC എടുത്തു. കറണ്ട് ബില്ല് വന്നപ്പോഴത്തേക്കും സോളാർ വെക്കണമെന്ന് പറഞ്ഞിരിക്കുക. എങ്ങോട്ടെങ്കിലും പോയാ എടാ, ഭാര്യയും കൂട്ടി മക്കളെയും കൂട്ടിയിട്ട് എവിടെയെങ്കിലും ഒന്ന് പോ. ഉമർ ഖാദി റളിയല്ലാഹു അൻഹു മക്കാമിലേക്കൊന്ന് പോ, മമ്പറ തങ്ങളുടെ ചാരത്തേക്കൊന്ന് പോ, ഏർവാടി മക്കാമിലേക്കൊന്ന് പോ. മഹത്തുക്കളാകുന്ന മഹാന്മാരെ ഒന്ന് സിയാറത്ത് ചെയ്യ്. അല്ലെങ്കിൽ നമ്മുടെ കുടുംബങ്ങളിലൊന്ന് വിസിറ്റ് ചെയ്യ്. ദൂരെയുള്ള നമ്മുടെ കുടുംബങ്ങൾ, വാപ്പ വഴിയുള്ളത്, ഉമ്മ വഴിയുള്ളത്, പ്രായാധിക്യം ചെന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കുടുംബങ്ങൾ, രോഗികളുണ്ട്. അവരൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യ്. അപ്പോൾ അതൊരു യാത്രയാണ്. എന്നിട്ട് നല്ലൊരു ഫാമിലി റെസ്റ്റോറന്റിൽ പോയിരുന്നിട്ട് നല്ലൊരു ഭക്ഷണം റാഹത്തായിട്ട് കഴിക്കും. ഭാര്യയ്ക്ക് ഒരു ദിവസം ഒരു റിലാക്സ്, റാഹത്താണ്. പെണ്ണുങ്ങൾ പറയും മാഷാ അല്ലാഹ്, നമ്മുടെ കെട്ടിയോൻ കൊള്ളാം, സന്തോഷം. അതൊക്കെയാണ് വേണ്ടത്. കുടുംബജീവിതം അപ്പോഴേ റാഹത്താകുന്നത്. ഇത് പെണ്ണുങ്ങൾ ഇപ്പൊ തന്നെ ഒളിച്ചോടാൻ റെഡിയായി നിൽക്കുക. സമയം കിട്ടിയാൽ മതി അവർ നോക്കിയിരിക്കുക. കാരണം എന്താ, ഭർത്താവ് അല്ലാഹത്ത് ഒരിടത്തും കൊണ്ടുപോകുന്നില്ല, ഒരു സ്ഥലത്തും കൊണ്ടുപോകുന്നില്ല. അതുള്ളതുകൊണ്ട് രക്ഷപ്പെട്ട് 2 മിനിറ്റ് കൂടെ വരാൻ പറ്റും. എങ്ങോട്ടും കൊണ്ടുപോകുന്നില്ല, പിരിക്കാത്ത അടച്ചിടുക. പല ജാതി ആൾക്കാർ നമ്മുടെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലുണ്ട്. ഇപ്പൊ കണ്ടില്ലേ നിങ്ങൾ, ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പരിപാടി തുടങ്ങിയിട്ട് അതിനകത്ത് മുസ്ലിം സഹോദരിമാർ കടന്ന് വിളയാടുകയാണ്. അവസാനം അതിലേക്ക് പോകണമെന്ന് ചിന്താഗതിയുമായിട്ട് നമ്മുടെ തലമുറകൾ നിലകൊള്ളുമ്പോൾ അതിൽ കഴിഞ്ഞ വർഷം വിന്നറായവരും മുൻകാല വിന്നേഴ്സും ഒക്കെ വന്നിട്ട് പറഞ്ഞു, ഈ പെണ്ണുങ്ങളൊക്കെ ഇങ്ങോട്ട് വന്നത് തുണി ഉരിഞ്ഞു കൊടുത്തിട്ടാണ്, കടന്നു കൊടുത്തിട്ട് വന്നതാണ്. ഡയറക്ടേഴ്സിനും പ്രൊഡ്യൂസറിനും ഒക്കെ തുണി ഉരിഞ്ഞു കൊടുത്തിട്ടാണ് ഇവർക്കൊക്കെ ഇത് കിട്ടിയത്. ആരാ പറയുന്നത്? മുമ്പ് ഏറ്റവും വലിയ വിജയം വരിച്ചതാകുന്ന ആളുകൾ വരെ പരസ്യമായിട്ട് ഫേസ്ബുക്കിൽ ലൈവിൽ വന്നിട്ട് കാര്യം തുറന്നു പറയാം. അപ്പോഴാണ് മനസ്സിലായി ഇതിന്റെ അപകടം. പെണ്ണുങ്ങളൊക്കെ ഈ വേഷവിഷാദികളൊക്കെ ഉണ്ടാക്കിയെടുത്തത് ഇത്തരത്തിലുള്ളതാകുന്ന അപജയങ്ങളിലൂടെയാണ്. അള്ളാഹു നമ്മുടെ തലമുറയെ നന്നാക്കി തരട്ടെ. എല്ലാവരും അത്തരത്തിലാണെന്നല്ല, ചിലരങ്ങനെയുണ്ട് എന്ന് അദ്ദേഹത്തിന്റെ വാദം. അത് മാത്രമേ ഞാൻ എടുത്തു പറയുന്നുള്ളൂ, എന്റെ വാദമല്ല. ആ പറഞ്ഞത് ഞാൻ എടുത്തു പറയുന്നു എന്ന് മാത്രം. അപ്പൊ ഇത്തരത്തിലുള്ളതാകുന്ന അപജയങ്ങളിലേക്ക് നമ്മുടെ മക്കൾ പോകും, നമ്മുടെ തലമുറ പോകും. 3-4 പ്രസവിച്ചതാകുന്ന പെൺകുട്ടികളാണ് ഒളിച്ചോടിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ 18ഉം 16ഉം വയസ്സുള്ള പെൺകുട്ടികളല്ല. 4 പ്രസവിച്ച ഉമ്മ, 5 പ്രസവിച്ച ഉമ്മ, ഭർത്താവിനെ ഒഴിവാക്കിയിട്ട് അന്യരാകുന്ന പരപുരുഷന്മാരുടെ ചൂടറിയാൻ വേണ്ടി ഇറങ്ങിപ്പോകുന്ന തലമുറയായി ഇന്ന് നമ്മൾ നേർക്ക് നേരെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിന് കൊടുക്കേണ്ട സ്നേഹവും കരുതലും കാര്യമായി കൊടുക്കൽ, നല്ലതുപോലെ കൊടുക്കിൻ. ഇടയ്ക്ക് വരെ ഒന്ന് കൊണ്ടുപോവാ. ഞാൻ ഈ പറഞ്ഞ പോലെ നല്ലൊരു സിയാറത്ത് യാത്ര ആയിക്കോട്ടെ, കുടുംബവും ഒന്നിച്ച്, വണ്ടിയും സൗകര്യവും കാശും ഒക്കെ അല്ലാഹു തന്നില്ലേ, ഒന്ന് യാത്ര ചെയ്യൻ. റിലാക്സ് ഉണ്ടാവട്ടെ, സന്തോഷം ഉണ്ടാവട്ടെ, കുടുംബത്തിൽ ഐശ്വര്യം അല്ലാഹു നിലനിർത്തട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബി തങ്ങൾ ഹജ്ജിന് പോയപ്പോ തന്റെ പ്രിയപ്പെട്ടതാകുന്ന ഭാര്യമാരെ ഹജ്ജിന് കൊണ്ടുപോയി. ഹദീസല്ലേ? ഞങ്ങൾ ഹജ്ജിന് പോയപ്പോ ഭാര്യമാരെ കൂടെ കൂട്ടി, യാത്രയിൽ കൂടെ കൂട്ടാൻ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെയും കൂടെ കൂട്ടി ഹജ്ജ് ചെയ്യിപ്പിക്കൽ. നമ്മൾ മാത്രമല്ല, ഭാര്യയ്ക്കും ഹജ്ജിനുള്ളതാകുന്ന കൊതിയുണ്ട്, താല്പര്യമുണ്ട്, അവർക്കും സൗകര്യം ചെയ്തു കൊടുക്കൽ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കഴിവുള്ള ആളുകൾ, കഴിവുള്ളവർ അതൊക്കെ ശ്രദ്ധിക്കണം. നല്ല യാത്ര പോകണം. ഹജ്ജിന് പോകാൻ പറ്റുന്നില്ലേ ഈ വർഷം, അതിനുള്ള കഴിവില്ല, എന്നാൽ കുടുംബങ്ങളെ വിസിറ്റ് ചെയ്യൽ, ബന്ധങ്ങളെ ചേർക്കൽ. ഒരാൾക്ക് മൻ അഹബ്ബ അൻ യബ്സത ലഹു റിസ്ഖഹു വയുൻസഅ ലഹു ഫി അഥരിഹി ഫൽയസിൽ റഹിമഹു സയ്യിദുനാ റസൂലുള്ളാഹി. ആർക്കെങ്കിലും ദീർഘായുസ്സ് ലഭിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, ധാരാളം കാലം ഈ ദുനിയാവിൽ ആഫിയത്തോടുകൂടി ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ ഫൽയസിൽ റഹിമഹു,
കുടുംബബന്ധം ചേർത്ത് കൊള്ളട്ടെ, ചേർക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. من أحب أن يبسط له في رزقه وينسأ له في أثره فليصل رحمه. കുടുംബബന്ധം ചേർത്താൽ നിനക്ക് ലഭിക്കുന്ന നേട്ടമാണ് ചമക്കാലയിലുള്ള ഉമ്മ. പ്രിയപ്പെട്ടതാകുന്ന വാപ്പ, അല്ലാഹു നിനക്ക് ദീർഘായുസ്സ് നൽകുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇന്ന് അപകട മരണങ്ങൾ പെരുകുകയാണ്, പൊടുന്നനെയുള്ള മരണങ്ങൾ പെരുകുകയാണ്, പെട്ടെന്നുള്ള രോഗങ്ങൾ വരുകയാണ്. 40 കഴിഞ്ഞവർക്ക് അറ്റാക്ക് കൂടുന്നതായ ഘട്ടമാണ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് ദീർഘായുസ്സ് നൽകണേ അല്ലാ, ഹജ്ജിന് തൗഫീഖ് നൽകണേ അല്ലാ. ദീർഘായുസ് വേണോ, ആഫിയത്ത് വേണോ സഹോദരാ സഹോദരി, കുടുംബബന്ധം ചേർത്ത് കൊള്ളട്ടെ എന്ന് നബിയുനാ റസൂലുള്ളാഹി. വിരൽ തുമ്പിലൂടെ ഫോണിലൂടെ ഒന്ന് വിളിച്ചാൽ ബന്ധം ചേർക്കുമാറുള്ള അവസരം ഉണ്ടായിട്ട് പോലും അത് ചേർക്കാതെ നിലകൊള്ളുന്നതായ സഹോദരങ്ങളല്ലേ ഇന്ന് ദീർഘായുസ് കുറഞ്ഞില്ലേ? ചെറിയ പ്രായത്തിലുള്ളവർ മരണപ്പെടുകയല്ലേ. ചെറിയ പ്രായം കുട്ടികളൊക്കെ മരിക്കുകയാണ്. പഴയ കാലം പോലെയല്ല, കുട്ടികളുടെ മരണ വാർത്തയാണ് ഇത് കൂടുതൽ കേൾക്കുന്നത്. അല്ലാഹു നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ദീർഘായുസ് വേണോ ചിന്തിക്കാൻ. പഴയ കാരണവന്മാർ, ഇപ്പൊ ഈ അടുത്തൊരു ഉമ്മയുടെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, ന്യൂസിനുണ്ടായിരുന്നു. 122 വയസ്സ് മരിച്ചപ്പോൾ മക്കൾ, പെച്ചുമക്കൾ, പേരമക്കൾ ഉൾപ്പെടെ 122 വയസ്സ് ഈ അടുത്ത് മരിച്ചു ഒരു ഉമ്മ. അല്ലാഹുവിന്റെ ദറജ ഉയർത്തുമാറാവട്ടെ. പഴയ കാലത്തുള്ള ആളുകൾക്കൊക്കെ അങ്ങനെയാണ്, കുറച്ച് ആയുസുണ്ട്. എന്താ കാരണം? അവർ കുടുംബ ബന്ധങ്ങളെ ശ്രദ്ധിക്കും. പെരുന്നാളിലും മാത്രം പോയിട്ട് ടാറ്റ കൊടുക്കാനില്ല. നമ്മൾ പെരുന്നാളിലും പോകുന്നില്ല, നമ്മൾ പെരി അൽഫാമും അടിച്ചുകൊണ്ട് വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. കുഴിമന്തി ഒഴിഞ്ഞുകൊണ്ടിരിക്കുക, കുഴിയിലോട്ട് പോകുന്നുള്ളൊരു ചിന്താഗതി പോലും ഇല്ല. അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. അപ്പൊ യാത്ര പോകണം, രണ്ടാമത്തത് അതാണ്. മൂന്നാമത്തത് ഫോറിനേഴ്സായ ആളുകൾ അവർക്കുള്ള ഗുണം എന്ന് പറയുന്നത് നല്ലതുപോലെ വായിക്കും. ഒരു പുസ്തകം എപ്പോഴും അവരുടെ കയ്യിലുണ്ടാവും. ഒരു യാത്രയിൽ ഒരു പുസ്തകം കണ്ടിട്ടില്ലേ? ഒരു ഇംഗ്ലീഷ് പുസ്തകം എടുത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ട് വായിക്കും അവർ. നമ്മളും വായിക്കും. ഞാനായി മുത്തു ചുപ്പി മുത്തു പഴയ ഐറ്റമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്ന ആചാര അതൊക്കെ വായിക്കുന്ന കുട്ടികൾ. അതൊന്നുമല്ല, നല്ല പുസ്തകങ്ങൾ വായിക്കണം. പുസ്തകം വായിക്കുന്ന ഒരു ശീലം ഉണ്ടാവണം. നല്ല പുസ്തകങ്ങൾ, നല്ല ചരിത്രങ്ങൾ, നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ചരിത്രമാണ് എങ്കിൽ ചരിത്രപരമായിട്ടുള്ള പുസ്തകങ്ങൾ നമുക്ക് ഇഷ്ടമുള്ളത്. അല്ലാതെ കുറെ ഇംഗ്ലീഷിന്റെ പുസ്തകം വായിച്ചു അവരെ പോലെ ഇരിക്കണമെന്നല്ല, ഒന്നും തിരിയുന്നുമില്ല, തലയിരിച്ചു പിടിച്ചിരിക്കുകയാണ്. അങ്ങനെ വായിച്ചുകൊണ്ടിരിക്കാനല്ല. നമുക്ക് ഇഷ്ടപ്പെടുന്ന നല്ല പുസ്തകങ്ങൾ എന്തൊക്കെയുണ്ടോ ചരിത്രപരമായിട്ടാണെങ്കിൽ അങ്ങനെ, പ്രവാചകന്മാരെ കുറിച്ചുള്ളത്. വായനാശീലം നല്ലതാണ്. നമ്മുടെ പുതിയ തലമുറയെ നന്നാക്കണം. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. ഈ 3 ഗുണങ്ങൾ അവരിലുണ്ട്, പാശ്ചാത്യരിലുണ്ട്. അത് നമ്മൾ നേടിയെടുക്കണം. അതിലൊന്നാണ് എന്ത് പറഞ്ഞത്? നല്ലതുപോലെ വെള്ളം കുടിക്കും. രണ്ടാമത് നല്ല യാത്ര ചെയ്യും. 3 ആ യാത്രയിൽ നല്ല പുസ്തകങ്ങൾ വായിക്കും. 3 ശീലം നമുക്കുണ്ടാവണം നമ്മുടെ തലമുറയിൽ. നിൽക്കട്ടെ, അത് ഇടയ്ക്കൊരു മുഴത്തരുതായ ജുംല പറഞ്ഞതാണ്. ഇടയ്ക്കൊരു വിഷയം ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കൊന്ന് പറഞ്ഞാൽ, വെള്ളം കുടിയുടെ കാര്യം പറഞ്ഞപ്പോൾ അതിലേക്ക് പോയതാ. എന്തായാലും നമ്മൾ ശ്രദ്ധിക്കുന്ന ആരോഗ്യം ശ്രദ്ധിക്കുക. ആരോഗ്യം മസ്റ്റാണ്. കാരണം നബിതങ്ങളോട് ചോദിച്ചു ഒരു സഹാബി, അയ്യു ദുആഇ അഫ്ളലു, ഏറ്റവും ശ്രേഷ്ഠമായ ദുആ ഏതാണ്? നബിതങ്ങൾ പറഞ്ഞത് സലിൽ അഫ്വ വൽ ആഫിയ, നിന്റെ ശരീരത്തിന്റെ സുഖവും സൗഖ്യവും ചോദിക്കണേ നബി മുഹമ്മദ് മുസ്തഫ. ഏറ്റവും നല്ല ദുആ അതാണ്. നമ്മളിൽ പല ആളുകളും ഈ ഇരിക്കുന്നതാകുന്ന പ്രായം ചെന്ന ഉപ്പമാരും സഹോദരങ്ങളും സഹോദരിമാരും അടക്കം നമ്മൾ ആരും നമ്മുടെ ആഫിയത്ത് ചോദിക്കാറില്ല. ശരിയല്ലേ? അല്ലാഹു എനിക്ക് നീ സുഖവും സൗഖ്യം തരണം ചോദിക്കാറില്ല. ഇരിക്കുന്ന പ്രായം ചെന്ന ഉമ്മായും ഉപ്പായും എല്ലാവരും ചോദിക്കുന്ന ആരുടെ ആഫിയത്താ? മക്കളുടെ കാര്യം ശരിയാക്കണേ അല്ലാഹു, മകളുടെ കാര്യം ശരിയാക്കണേ റഹ്മാൻ, അവർക്ക് നീ റാഹത്ത് കൊടുക്കണേ. വാപ്പായുമായി ജീവിക്കുന്ന തന്നെ അവർക്ക് വേണ്ടി, മക്കൾ മരുമക്കൾ കൊച്ചുമക്കൾക്ക് വേണ്ടി തന്നെ ജീവിക്കുന്നത്. അവർക്കൊരു അസുഖം ഉണ്ടെങ്കിൽ പിന്നെ അവർ ഉറങ്ങൂല, നേർച്ച നേരെയാണ്. പടച്ച റബ്ബേ, അവർക്ക് ഹത്തോതി ഞാൻ ശിഫ വെക്കാൻ വേണ്ടി ദ്വാരക്ക അല്ലാഹുവേ, അവർക്ക് നീ ആഫിയത്ത് കൊടുക്കണേ, അവർക്ക് നീ ദീർഘായുസ്സ് കൊടുക്കണേ. സ്വന്തം കാര്യം ഇടങ്ങേറാണ്, വലിയ അസുഖങ്ങൾ അതിനേക്കാളുണ്ട്. എന്നാലും ഭർത്താവിന്റെ അസുഖം, മക്കളുടെ അസുഖം, കുടുംബത്തിന്റെ അസുഖം, അതിനുവേണ്ടി നിൽക്കാൻ അവനവന്റെ സ്വന്തം ശരീരത്തിന്റെ സുഖവും സൗഖ്യം ചോദിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. മറക്കാൻ പാടില്ല. ഏറ്റവും വലിയ ദുആ അതാണ്, ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന അതാണ്. നമ്മൾ ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന മറന്നു, ബാക്കിയുള്ളതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു.
നിങ്ങൾ നോക്ക്, പ്രവാസികൾ 30-40 കൊല്ലമൊക്കെ ഗൾഫിൽ പോയിട്ട് അവസാനം തിരിച്ചു വരുമ്പോഴത്തേക്കും ഒരു പെട്ട് നിറച്ച് ഗുളികയായിട്ട് വരികയാണ്. ഷുഗറും കൊളസ്ട്രോളും പ്രഷറും പലജാതി അസുഖങ്ങളുമായിട്ട് വരികയാണ് ഈ പാവപ്പെട്ടവൻ. അവിടെയുള്ളതാകുന്ന കമ്പനിക്കാർക്ക് പോലും വേണ്ട, വേസ്റ്റാണ്. നല്ല ആരോഗ്യമുള്ളവനെ മതി കമ്പനിക്ക്. ഇത്ര ഏജ് മുതൽ ഇത്ര ഏജ് വരെ ഉള്ളവൻ മതി. 30 വയസ്സ് മുതൽ 40-45 വയസ്സ് വരെ ഉള്ളവരെ മാത്രമേ കമ്പനിക്കാർ ആവശ്യപ്പെടുന്നുള്ളൂ. കാരണം എന്താ? നിന്റെ ആരോഗ്യമാണ് ആവശ്യപ്പെടുന്നത്, നിന്നെ അല്ല. നിന്നെ വേണ്ടവർക്ക് നീ വേസ്റ്റാണ്, നീ വേസ്റ്റാണ്. അവർക്ക് ആവശ്യം നിന്റെ ആരോഗ്യം മാത്രമാണ്. ആരോഗ്യമുള്ള കാലഘട്ടത്തിൽ നിന്റെ ആരോഗ്യത്തെ പിടിച്ചെടുത്തിട്ട് അവസാനം നിന്നെ ജോലിക്ക് വേണ്ട എന്ന് പറഞ്ഞ് നിന്നെ പുറന്തള്ളാൻ ഈ ജോവറായി പൊയ്ക്കോ, എന്നെ പറ്റൂല, വയസ്സ് കഴിഞ്ഞിരിക്കുന്നു, പൊയ്ക്കോളാൻ പറയാണ്. അല്ലേ? ശരിയല്ലേ? അതുകൊണ്ട് നമ്മുടെ ആരോഗ്യം ശരിക്ക് ചോദിക്കണം. ഇരിക്കുന്ന പലരും തലയിലെ രോമകൂപങ്ങളും താടി രോമങ്ങളും ഒക്കെ നരച്ചിട്ടുണ്ട്. അള്ളാഹു നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. മരണത്തിലേക്കുള്ള ദൂതനാണതെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നമ്മൾ മരിക്കാറായി എന്നുള്ളതിന് അടയാളമാണ്. ഇനിയെങ്കിലും നമ്മൾ നന്നാവണം. ഇനി നമുക്ക് പരിശുദ്ധമായ മക്കയൊന്ന് കാണണം, മദീനയിലൊന്ന് എത്തണം. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ചെന്നുകൊണ്ട് ഒരു സലാം പറയണം. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് എന്ന് കൺകുളിർക്കറുത്ത് സലാത്ത് സലാം പറയണം. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ ഖറജ മിൻ ബൈതിഹി ഹാജൻ ഔ മുഅ്തമിറാ ഫമാത ഊതിയ ലഹു മിസ്ലുൽ ഹാജി വൽ മുഅ്തമിരി ഇലാ യൗമിൽ ഖിയാമ. ഹജ്ജിന് വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെടുന്ന പ്രിയപ്പെട്ട മുസ്ലിമേ, മുസ്ലിമത്തെ പഠിച്ചു വെക്കണേ. നീ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ തന്നെ നിനക്ക് മരണമുണ്ടായാൽ വീട്ടിൽ നിന്ന് നാട്ടുകാരോട്, കൂട്ടുകാരോട്, സമൂഹത്തോട്, സമുദായത്തോട്, ഇതര സമുദായത്തോട്, സർവരോടും എല്ലാ കടമകളും കടപ്പാടുകളും പൂർത്തീകരിച്ച് യാത്ര പറഞ്ഞുകൊണ്ട് വിട ചോദിച്ചുകൊണ്ട് യാത്ര തിരിച്ച പ്രിയപ്പെട്ട ഉമ്മ, ചമക്കാലയിലുള്ള പ്രിയപ്പെട്ട വാപ്പ, യാത്രാമധ്യേ നിന്നെ അസ്റായീൽ അലൈഹിസ്സലാം പിടിച്ചാൽ മന്മാത, ഈ രീതിയിൽ അവൻ മരണപ്പെട്ടു പോയാൽ ഉഅതിയ ലഹു മിസ്ലുൽ ഹാജി വൽ മുഅ്തമിരി ഇലാ യൗമിൽ ഖിയാമ. നാളെ പടച്ച റബ്ബിന്റെ ദർബാറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ അവനെ നിർത്തുമ്പോ ഹജ്ജും ഉംറയും ചെയ്തതാകുന്ന പ്രതിഫലം നേടിയെടുത്തവനായിട്ടാണ് അല്ലാഹു അവനെ കൊണ്ടുവരിക എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഹജ്ജിന് വേണ്ടി നിയ്യത്ത് വെച്ചുകൊണ്ട് ഇറങ്ങിയാൽ പോലും കൂലിയാണ്, കൂലിയാണ്, കൂലിയാ. അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാഹ്. ആദരവായ പ്രവാചകനെ പഠിപ്പിച്ചില്ലേ, മുസ്ലിമായ മനുഷ്യ, മുഅ്മിനത്തായ സോദരി, ഒരു നന്മ ചെയ്യാൻ നീ കരുതി കഴിഞ്ഞാൽ ആ നന്മ നിനക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല എങ്കിൽ പോലും അല്ലാഹു 10 നന്മയായി ആ നന്മയെ രേഖപ്പെടുത്തുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒരു നന്മ ചെയ്തിട്ടില്ല, ആ നന്മ ചെയ്യാൻ കരുതിയാൽ തന്നെ അല്ലാഹു അതിനെ ഒന്നായി രേഖപ്പെടുത്തുകയാണ്. ആ നന്മ ചെയ്താലോ മൻ ജാഅ ബിൽ ഹസന ഫലഹു അശ്റു അംസാലിഹാ. ആ നന്മ നിനക്ക് ചെയ്യാൻ അവസരം കിട്ടിയാൽ അതിനെ 10 നന്മയായി അല്ലാഹു മാറ്റുകയാണ്. നിന്റെ നിയ്യത്തിന്റെ വർണ്ണവലിപ്പം അനുസരിച്ച് അത് 700-ഉം 7000-ഉം 7 ലക്ഷവും 7 കോടിയും അതിനപ്പുറത്തേക്കും ഒക്കെ അല്ലാഹു പ്രതിഫലം തരും. നിയ്യത്ത് നോക്കിയിട്ടാ. നേരത്തെ സൂചിപ്പിച്ച പോലെ നിയ്യത്തിലേക്കാണ് നോട്ടം. ഒരു മനുഷ്യൻ നിയ്യത്ത് വെച്ചു ഒരു നന്മ ചെയ്യാൻ, ഉദാഹരണം ഹജ്ജ് ചെയ്യാൻ. അതാണ് നമ്മുടെ വിഷയം. ഹജ്ജിന് വേണ്ടി ഒരാൾ കരുതി, പക്ഷെ ഹജ്ജിന് പറ്റിയില്ല. നിയ്യത്ത് വെച്ചു, പക്ഷെ പറ്റിയില്ല, ഈ വർഷം സാധിച്ചിട്ടില്ല എങ്കിൽ ഹജ്ജിന്റെ പ്രതിഫലം നൽകുമെന്നാണ് ഇപ്പൊ ഈ പറഞ്ഞ ഹദീസിന്റെ അർത്ഥം. അത് ചെയ്തിട്ടില്ലെങ്കിൽ ഹജ്ജ് നിർവഹിച്ച പ്രതിഫലം എത്ര? ഒരു വട്ടം ചെയ്തതിന്റെ പ്രതിഫലം. ചെയ്തിട്ടില്ല, കരുതിയേ ഉള്ളൂ, നിയ്യത്ത് വെച്ചു. അപ്പൊ കരുതൽ തന്നെ കൂലിയാണ് ദീനിൽ. അതാണ് ഈ പറഞ്ഞത്. ഒരു നന്മ കരുതിയാൽ ആ നന്മ ചെയ്തില്ലെങ്കിലും ആ നന്മ ചെയ്തവനായി അല്ലാഹു രേഖപ്പെടുത്തും. ആ നന്മ ചെയ്താലോ 10 രേഖപ്പെടുത്തും. 10 അല്ല, ചിലപ്പോ 700-ഉം 7000-ഉം 7 ലക്ഷവും അങ്ങനെ കൂടാ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ചെയ്തു കഴിഞ്ഞാൽ ഹജ്ജ് ചെയ്താൽ പറയാനൊക്കൂല, 10 ഇരട്ടി പ്രതിഫലമാണ്. എന്തായാലും 10 ഇരട്ടി ഉറപ്പാണ്.
അതിന് മുകളിലേക്ക് കിട്ടും നിയ്യത്തിനനുസരിച്ച്. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഒരാൾ ഒരു തിന്മ കരുതി ആ തിന്മ അവൻ ചെയ്തിട്ടില്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല കുറ്റമായി രേഖപ്പെടുത്തുവോ? ഇല്ല. തിന്മ കരുതിയതിന്മേൽ കുറ്റമായി അള്ളാഹു രേഖപ്പെടുത്തൂല. റബ്ബിന്റെ റഹ്മത്താണ് ഈ പറയുന്നത്. ആ കുറ്റം ചെയ്താൽ 10 രേഖപ്പെടുത്തുക? അല്ല, ഒറ്റ തെറ്റായിട്ട് എഴുതുക, ഒരു കുറ്റായിട്ട് എഴുതാൻ പാടില്ല. റബ്ബിന്റെ കാരുണ്യം എത്ര വലുതാണ്. അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ. അതുകൊണ്ട് നിയ്യത്ത് വെച്ചോ, നിഷേധിക്കണ്ട. ഞാൻ ഈ കൊല്ലം പോകുന്നില്ല, കഴിവുണ്ട്, പക്ഷേ ഞാൻ ഇപ്പോൾ പോകുന്നൊന്നുമില്ല. ഇപ്പോഴും ഹജ്ജിന് അവസരമുണ്ട് കേട്ടോ, ഇപ്പോഴും ഹജ്ജിന് അവസരമുണ്ട്. ഇപ്പോഴും ഞാൻ ഈ പറയുന്ന ഈ സമയത്തും ഹജ്ജിനും ഇപ്പോഴും അവസരമുണ്ട്. അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ. അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ. ഇപ്പോഴും അവസരങ്ങൾ ധാരാളമുണ്ട്. ഒരുപാട് അമീർമാർ പോകുന്നവർക്ക് പോകാം. അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ. വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ. ആരൊരുവനെ പരിശുദ്ധമാക്കപ്പെട്ട ഹജ്ജിനെ നിശിതമായി വിമർശിക്കുകയും അത് പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ കൂലികളെ പരിപൂർണമായി നഷ്ടപ്പെടുത്തുകയും ചെയ്താൽ, അതിനോട് നിഷേധം വെച്ച് പുലർത്തി കഴിഞ്ഞാൽ അവൻ കാഫിറാണ്. ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ. അല്ലാഹു ഖുർആനിലൂടെ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാ, മനുഷ്യ മാനവ, നിങ്ങളൊന്നും എനിക്ക് യാതൊരു ഭൂഷണമല്ല, നിങ്ങളെ കൊണ്ട് ഒരു ചുക്കും എനിക്ക് നേടിയെടുക്കാനില്ല. ലോകരെ കൊണ്ട് അല്ലാഹു ഐശ്വര്യവാനാണ്. നമ്മളാരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ട് അള്ളാഹ്ക്ക് എന്തെങ്കിലും കിട്ടുക, അങ്ങനെ ചിന്തിക്കുകയും ചെയ്യരുത്. ലോകത്തുള്ളതാകുന്ന മുഴുവൻ ആളുകളും ഒരു മരുഭൂമിയിൽ ഒരുമിച്ച് കൂടി അവരെല്ലാരും കൂടി ചിന്തിച്ചു, ഞങ്ങൾ ഒരിക്കലും ഇനി അല്ലാഹുവിനെ ആരാധിക്കുന്നില്ല എന്ന് ചിന്തിച്ചു. ഫഅസമൂ അല്ലാ യഅബുദുല്ലാഹ് ലാ യൻഖുസു മിൻ ഫീ മുൽകിഹി ശൈഉൻ. അല്ലാഹുവിന്റെ അധികാരത്തിൽ ഒരു ചുക്കും സംഭവിക്കുകയില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ അധികാരത്തിൽ ഒരു ചുക്കും ഉണ്ടാവൂല. മനസ്സിലായിക്കോ? ലോകത്തുള്ള എല്ലാവരും കൂടി തീരുമാനിക്കുക, അല്ലാഹുവിനെ ഞങ്ങൾ ആരാധിക്കുന്നില്ല കേട്ടോ, പടച്ചവനെ ആരാധിക്കുന്നില്ല, അല്ലാഹു ഒരു കുഴപ്പമില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പറയുകയാണ്, ലോകത്തുള്ള മുഴുവനും ഒരു സ്ഥലത്തൂടെ ഒരുമിച്ച് കൂടി ഫഅസമു അയ്യഅബുദുല്ലാഹ്, അവരെല്ലാവരും ദൃഢനിശ്ചയം ചെയ്തു, ഞങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കാം. ലാ യസാദു ഫീ മുൽകിഹി ശൈഉൻ. അല്ലാഹുവിന്റെ അധികാരത്തിന്റെ പരമോന്നത പദവിയിലേക്ക് ഒരു അല്പം പോലും ഉയർച്ച ഉണ്ടാവുകയില്ല. അത് അല്ലാഹുവിന് കാര്യമേ അല്ല. നീ വലിയ ആരാധന നിർവഹിക്കാൻ, നിസ്കരിക്കാൻ, ഹജ്ജ് ചെയ്യാൻ, നിന്റെ ഹജ്ജ്, നിന്റെ ഉംറ, അതുകൊണ്ടൊന്നും റബ്ബിനൊരു കാര്യം കിട്ടാൻ പോകുന്നില്ല. മനസ്സിലായിക്കോ? അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. മനസ്സിലായിക്കോണം. അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നിടത്തല്ല കാര്യം. നമ്മൾ ഹജ്ജ് ചെയ്യൽ കൊണ്ട്, നമ്മൾ ഉംറ നിർവഹിക്കലുകൊണ്ട് നമുക്കാ നേട്ടം. എന്താ നേട്ടം? അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്നah. പരിശുദ്ധമാക്കപ്പെട്ട ഹജ്ജ്, മബ്റൂറായ ഹജ്ജ് അഥവാ പരിശുദ്ധമാക്കപ്പെട്ട ഹജ്ജിന്റെ വേളയിലോ ശിഷ്ടകാല ജീവിതത്തിലോ ഹറാമോ കറാഹത്തോ വരാതെ മാന്യമായ രീതിയിൽ ഉള്ള ജീവിതം നയിക്കുന്നതായ ഏതൊരു മുസ്ലിമുണ്ടോ, ഏതൊരു മുസ്ലിമത്തുണ്ടോ, തീർച്ചയായും അവരാ ഹജ്ജിലൂടെ നേടിയെടുക്കുന്നത് സ്വർഗമാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഹജ്ജുൽ മബ്റൂർ, സുരക്ഷിതമായ നല്ല ഹജ്ജ്, തെറ്റുകുറ്റമറ്റ നിലയ്ക്കുള്ള ഹജ്ജ് ചെയ്താൽ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. من حج فلم يرفث ولم يفسق رجع كيوم ولدته أمه. കുറ്റമറ്റ രീതിക്ക് ആരൊരുവൻ ഹജ്ജ് ചെയ്തോ, ഹജ്ജിനിടയിൽ ശാരീരികമാകുന്ന ബന്ധപ്പെടൽ ഒരാളുമായിട്ടില്ല, ഭാര്യയുമായിട്ടില്ല, ഇഹ്റാമിന്റെ വേളയിൽ പരിപൂർണമായി സൂക്ഷ്മത വെച്ചുകൊണ്ട് ജീവിക്കുന്നവനാണ്. വലം യഫ്സുഖ്,
ഹറാമായ വാക്കുകളില്ല, ഹറാമായ നോട്ടമില്ല, ഹറാമായ ചിന്തയില്ല, ഹറാമായ പിടുത്തമില്ല, ഹറാമായ നടത്തമില്ല, ഹറാമായ മോശമായ ഒരു പ്രവർത്തനവും അവനിൽ നിന്നില്ല. നാവിനെ സംരക്ഷിച്ചവനാണ്, കണ്ണുകളെ സംരക്ഷിച്ചവനാണ്, കൈകളെ സംരക്ഷിച്ചവനാണ്, കാലുകളെ സംരക്ഷിച്ചവനാണ്. ഹൃദയത്തെ സ്ഫുടം ചെയ്തുകൊണ്ട് പരിശുദ്ധമായ ഹജ്ജ് ആരൊരുവൻ നിർവഹിച്ചോ, റജഅക യൗമ വലദതുഹു ഉമ്മുഹു, ഉമ്മ അവനെ പ്രസവിച്ചിട്ടതാകുന്ന ദിവസത്തിൽ എത്രത്തോളം പാപസുരക്ഷിതത്വം അവനുണ്ടോ അതേപോലെ പരിപൂർണമായ പാപസുരക്ഷിതത്വം അല്ലാഹു നൽകുമേ. നവജാത ശിശുവിനെ പോലെ മാറുവാൻ അവനെന്ന് നബിയുനാ റസൂലുള്ളാഹി അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പാപസുരക്ഷിതത്വം കിട്ടും, അതുപോലെ തന്നെ സ്വർഗത്തിൽ കിടക്കും. സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടന്ത് ക്ലേശം സാരമില്ല നിന്നിലേ. ജനമോക്കയും തൃണ വൽഗണിച്ചാൽ തന്നെയും മനം നൊന്തിടണ്ട തിബർ തന്നെ പിന്നെയും. സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടന്തു ക്ലേശം സാരമില്ല നിന്നിലേ. സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. അൽ ഹജ്ജുൽ മബ്റൂറു ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. സ്വർഗ്ഗം അല്ലാതെ മറ്റൊരു പ്രതിഫലമില്ല. നല്ല രീതി ഹജ്ജ് ചെയ്യണം. അടപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും തെക്കോട്ടും മുടക്കോട്ടും നോക്കി എല്ലാം നോക്കി കഴിഞ്ഞാൽ ഹലാക്കായി. അല്ലാഹു നമ്മളെ കാക്കണം. കണ്ണുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നടക്കാണ് ഹജ്ജ്. പോയി ഹജ്ജും പോയി എല്ലാം പോയി. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അതുകൊണ്ട് നല്ലൊരു നിയ്യത്ത് വെക്ക്. ഒന്നാമതായിട്ട് അതാ വേണ്ടത്, നല്ലൊരു നിയ്യത്ത്. ഇൻഷാ അല്ലാഹ് എനിക്കും എൻ്റെ ഭാര്യയ്ക്കും ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം ഹജ്ജിന് പോകണം, ഹജ്ജ് ചെയ്യണം. അള്ളാഹു നൽകിയ സൗഭാഗ്യമല്ലേ ഈ സമ്പത്ത്. അള്ളാഹു എല്ലാം നൽകി, വീട് നൽകി, വാഹനം നൽകി, നല്ല ഭൂമി നൽകി, സൗകര്യപ്രദമാകുന്ന നിലയ്ക്കുള്ളതാകുന്ന ജീവിത മാർഗങ്ങൾ, ഉപാധികൾ എല്ലാം അള്ളാഹു പഠിപ്പിച്ചു. ഇതുവരെ ഹജ്ജിന് അവസരം പോയി കിട്ടിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം എനിക്ക് ചെയ്യണം. എന്നാൽ ഈ വർഷം പോയി. സഹോദരങ്ങളെ, കാലം വളരെ മുസീബത്ത് നിറഞ്ഞ കാലഘട്ടമാണ്. ഓരോ വർഷം കഴിയുന്നോറും എല്ലാ സാധന സാമഗ്രികൾക്കും വില കൂടാൻ. ഇപ്പോൾ ഉംറയുടെ വിസ തന്നെ വില കൂട്ടിയിട്ടുള്ളതാകുന്ന ഒരവസ്ഥയിലാണ് നിലകൊള്ളുന്നത്. മുമ്പുള്ളതുപോലെയല്ല, ഇനി എല്ലാത്തിനും ചാർജ് കൂടാൻ. അപ്പം ഗൾഫ് രാജ്യങ്ങളിലേക്ക്, അറബ് രാജ്യങ്ങളിലേക്കൊക്കെ യാത്ര ചെയ്യുന്നവർക്കറിയാം, ഫ്ലൈറ്റിന്റെ ചാർജ് ഒന്നും കുറച്ചിട്ടില്ല. ഹജ്ജിനാകട്ടെ ഉംറയ്ക്കാകട്ടെ ഒക്കെ വലിയ ചാർജുകളാണ്, വലിയ ഫീസുകളാണ് പറയുന്നത്. ഏജന്റ് കളികളാണ് പലരും. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ലക്ഷക്കണക്ക് രൂപ കൊടുത്തെങ്കിൽ മാത്രമേ ഹജ്ജിന് അവസരമുള്ളൂ. ആ രീതിക്കൊക്കെ ആയിപ്പോയി. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഉള്ള പൈസ പിടിച്ചു വെക്കണ്ട, ദീനിന്റെ മാർഗത്തിൽ റാഹത്തായി ചെലവഴിക്കൽ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കാര്യമല്ല, ഇതൊരു തൗഫീഖാണ്, ഇതൊരു തൗഫീഖാണ്. മനിസ്തതഅ ഇലൈഹി സബീല. വഴിയാലും മുതലാലും ഒക്കെ കഴിവുള്ള ആളുകൾ, ശാരീരികമായി കഴിവുള്ളവർ പിടിച്ചു നിൽക്കരുത്. 40 കൊല്ലം സൗദിയിൽ ജോലി ചെയ്ത ഒരു മനുഷ്യൻ എൻ്റെ അടുക്കൽ വന്ന് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, മരണപ്പെട്ടു. അല്ലാഹു അദ്ദേഹത്തിന്റെ ദറജ ഉയർത്തട്ടെ. ഇതേപോലെ ഒരു വാദിന്റെ മജ്‌ലിസിൽ 40 കൊല്ലം സൗദിയിൽ ജോലി ചെയ്ത മനുഷ്യനാണ്. 40 വർഷം. പക്ഷെ ഉംറ ചെയ്യാനോ ഹജ്ജ് ചെയ്യാനോ അവസരം കിട്ടിയിട്ടില്ല. പിന്നാകട്ടെ എന്ന് കരുതി. ആദ്യം കുടുംബത്തിന്റെ പ്രാരാബ്ദം, പിന്നീട് പിന്നാകട്ടെ എന്ന് കരുതി. സൗകര്യങ്ങൾ വന്നപ്പോഴത്തേക്ക് നല്ല റാഹത്തായിട്ട് എല്ലാവരും ഒന്നിച്ചൊരുക്കി വരാന്ന് കരുതി. അങ്ങനെ പിന്തിച്ച് അവസാനം ഷുഗർ വന്നു. കാലിന്റെ വിരൽ മുറിച്ച് മാറ്റി, പിന്നെ കണങ്കാല് വെച്ച് മുറിച്ച് മാറ്റി, പിന്നെ മുട്ട് വരെ വെച്ച് മുറിച്ച് മാറ്റി, ഒരു കാലിന്റെ തുട വരെ വെച്ച് മുറിച്ച് മാറ്റിയ സമയത്താണ് വാതിന്റെ മജ്‌ലിസിൽ വന്നത്. ഒന്നാമത്തെ ദിവസം വന്നു. രണ്ടാമത്തെ ദിവസം അതേ സദസ്സിൽ വാതിൽ വന്നപ്പോൾ ഇന്നോവയിൽ ഇരുന്നിട്ട് കമ്മിറ്റിക്കാരോട് പറഞ്ഞു, സംഘാടകരോട് പറഞ്ഞു, ഉസ്താദിനൊന്ന് കാണണം. ഞാൻ വണ്ടിയുടെ അടുത്ത് ചെന്നപ്പോൾ ഇതാണ് അവസ്ഥ. കാല് തുട വരെ വെച്ച് മുറിച്ച് മാറ്റിയിരിക്കാൻ. യാത്രയ്ക്ക് പറ്റൂല. പഴുപ്പ് മുന്നോട്ട് വീണ്ടും കയറുകയാണ്. അരയുടെ ഭാഗത്തേക്ക് മുന്നോട്ട് പഴുപ്പ് കയറുകയാണ്. ഓരോ ഭാഗത്ത് ഇങ്ങനെ പഴുപ്പ് കയറി മുറിച്ച് മാറ്റി തുടവരെ എത്തിയത്. ഷുഗർ വന്നവർക്കറിയാം. ഷുഗറുള്ള ആളുകൾ ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത് കാലാണ്. കാലാദ്യം ശ്രദ്ധിച്ചോ. കാലിന്റെ വിരലിന്റെ താഴ്ഭാഗം, ചെറുവിരലും തള്ളവിരലിന്റെയും താഴ്ഭാഗമാണ് ആദ്യം കയറിയിട്ട് എന്ത് ചെയ്യുക, ചെറിയ മുറിവാകും. പൊതുവെടുത്ത വെള്ളമൊക്കെ അവിടെ ഇരിക്കും, അതങ്ങ് പഴുക്കും. അജരിപ്പ പൊക്കി നോക്കണ്ട, അജരിപ്പഴേ നോക്കാം, പഴുത്തോന്ന്. അല്ലാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ.
അള്ളാഹു ആഫിയത്ത് തരട്ടെ. അതുകൊണ്ട് അത് ശ്രദ്ധിച്ചോണം. പെണ്ണുങ്ങളെ ശ്രദ്ധിച്ചോ, പ്രായമുള്ള ഉമ്മമാരും ഒക്കെ ശ്രദ്ധിച്ചോ. ഒതു എടുത്തിട്ട് എന്ത് ചെയ്യണം, ചിലപ്പോൾ കാലിൻ്റെ വിരലിൻ്റെ ഭാഗത്ത് വെള്ളം ഒന്ന് ഒപ്പേണ്ടി വരും, ഒരു തോർത്തെടുത്ത് വെച്ച് പതുക്കുന്നു. കാരണം അവിടെ നല്ല മയമുള്ള നേർമയായ തൊലിയുടെ ഭാഗമാണ്. പെട്ടെന്ന് അവിടെ ചെറുതായിട്ട് മുറിവ് വന്നാൽ പഴുക്കാൻ ചാൻസ് കൂടുതലാണ്. മുറിവ് വന്നാൽ ചിലർക്ക് ഷുഗർ പല രീതിയിലാണ്, ചിലർക്ക് വലിയ ബുദ്ധിമുട്ടാവും. അങ്ങനെ മുറിച്ച് മാറ്റി അവസാനം അദ്ദേഹത്തിന് ഒരു ഉംറയ്ക്ക് പോലും സാധിച്ചില്ല. ആലോചിക്കണത്, മരണപ്പെട്ടു പോയി. അള്ളാഹു അദ്ദേഹത്തിന്റെ ദറജ ഉയർത്തട്ടെ. അദ്ദേഹത്തിന്റെ സങ്കടം പറയാൻ 40 കൊല്ലം സൗദി ജോലി ചെയ്ത മനുഷ്യരാണ്. ഇങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ട്. നമ്മൾ മനസ്സിലാക്കുന്ന പോലെയല്ല. ഒരുപാട് കാലം അവിടെ ജോലി ചെയ്തു, ഇവിടെ ജോലി ചെയ്തു എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. റബ്ബ് അവിടെ എത്തിക്കണം. ഇതൊരു തൗഫീഖാണ്, ഒരു തൗഫീഖാണ്. അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ. ചിലർ ചോദിക്കും, എന്തിനാ ഉസ്താദേ ഇങ്ങനെ കൊല്ലം കൊല്ലം ചെയ്യണോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിന്റെ ശ്രേഷ്ഠത വിവരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സഹാബി വരെ ചോദിച്ചു, നബി തങ്ങൾ ഈ ഹജ്ജ് ഞങ്ങൾക്ക് എല്ലാ വർഷവും ചെയ്യണോ? നബി തങ്ങൾ മിണ്ടിയില്ല, ഒരു വാക്കുപോലും മറുപടി കൊടുത്തില്ല. അവസാനം പ്രവാചകർ ഖുത്ബ നിർവഹിച്ചിട്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനമായി പറഞ്ഞു, വലൗ ഖുൽതു നഅം ലവജബത് ലക്കും. ഞാനെങ്ങാണം വേണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ എല്ലാ കൊല്ലവും നിങ്ങൾ ചെയ്യൽ നിർബന്ധമായി പോയേനെ. അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരുന്നത്. സയ്യിദുനാ റസൂലുള്ളാഹി. ശ്രേഷ്ഠതയാണ്. കഴിവുള്ള ആളുകൾ ചെയ്യണം. നാട്ടിലുള്ളതാകുന്ന പട്ടിണി പാവങ്ങളുടെ വിഷമങ്ങളെ സങ്കടങ്ങളെ തീർക്കണം. സ്വന്തം സഹോദരങ്ങൾ, സ്വന്തം മാതാപിതാക്കൾ, സ്വന്തം ഭാര്യ, മക്കൾ, കുടുംബാദികൾ അവരുടെ ചെലവിന് കൊടുക്കാതെ നിന്റെ ഹജ്ജ് സ്വീകാര്യമേ അല്ല. അതാണല്ലോ സാദൻ റാഹിലത്തൻ എന്ന് പറഞ്ഞത്. മന്മലക്ക സാദൻ, അവൻ്റെതാകുന്ന കഴിവ് എത്തിക്കാന്ന് പറഞ്ഞാൽ സ്വന്തം കുടുംബത്തിന്റെ ചെലവ്, അവന്റെ ആശ്രിതരായി കഴിയുന്നതാകുന്ന ആളുകളുടേതാകുന്ന പാർപ്പിട സൗകര്യം, ഭക്ഷണങ്ങൾ, ഇവൻ പോയി ഹജ്ജ് തീരി തിരിച്ചു വരുന്നത് വരേക്കുള്ളതാകുന്ന സാധന സാമഗ്രികൾ, എല്ലാവിധ സംവിധാനങ്ങളും ഉറപ്പുള്ളവനാണ് ഹജ്ജ്. അല്ലാതെ കുടുംബത്തെ പട്ടിണിക്കിട്ടുകൊണ്ട് ഹജ്ജില്ല. നിന്റെ അയൽവാസി പട്ടിണി കിടക്കാണെങ്കിൽ നിന്റെ ഹജ്ജിന് മഹാത്മ്യമില്ല. നിന്റെ പ്രിയപ്പെട്ടതാകുന്ന കൂട്ടുകാരൻ, നിന്റെ ഏറ്റവും രക്തബന്ധുക്കൾ പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്, സാമ്പത്തികമായി ഞെരുക്കത്തിലാണ്, കടത്തിലാണ്, ബുദ്ധിമുട്ടിലാണ്. നീ കൊല്ലം ഹജ്ജ് ചെയ്തുകൊണ്ട് നിർവഹിക്കുന്നതിൽ യാതൊരു പുണ്യവുമില്ല. അത് തീർത്തു പറയാൻ. മറിച്ച് ഇതെല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. അങ്ങനത്തെ ഒരു വ്യക്തി എല്ലാ വർഷവും പോകുന്നു. അതിന് നീ എന്തിനാണ് അസൂയ വെക്കുന്നത്? പോട്ടെ, പോട്ടെ. അള്ളാഹു തൗഫീഖ് കൊടുത്തു. അള്ളാഹു കൊടുത്ത തൗഫീഖാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, 5 വർഷം കൂടുമ്പോ പരിശുദ്ധമാക്കപ്പെട്ട ഹജ്ജിന് തൗഫീഖ് ഉള്ളതാകുന്ന മനുഷ്യന് അവൻ ഹജ്ജ് ചെയ്യാതിരിക്കുകയാണ് എങ്കിൽ യകൂനു മഹ്റൂമാ, അല്ലാഹുവിന്റെ സർവ്വ അനുഗ്രഹങ്ങളെ തൊട്ട് അവൻ വിദൂരമാക്കപ്പെടുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. എല്ലാ 5 വർഷം കൂടുമ്പോൾ കഴിവുള്ള ആളുകൾ എന്ത് ചെയ്യണം? ഹജ്ജിനെ ഒന്ന് പുതുക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കാരണം ഇത് കഅബ എന്ന് പറയുന്നത് വഹുദൻ ലിൽ ആലമീൻ, ഖുർആൻ അങ്ങനെയാണ് പരിചയപ്പെടുത്തിയത്. ഹിദായത്തിന്റെ പ്രഭവ കേന്ദ്രമാണ്. ഹിദായത്തിന്റെ കേന്ദ്രമാണ്. നമ്മൾ നിസ്കാരത്തിൽ ഇതാ ചോദിച്ചുകൊണ്ടിരിക്കുന്ന 5 നേരം 5 വഖത്തിലും ഒരു റക്അത്ത് സുബഹിയുടേത് 2 റക്അത്താണ് സുബഹിയുടെ സമയം. ളുഹർ 4, അസർ 4, ഇശാഉം മഗ്രിബ് 3, ഇശാ 4. മൊത്തം എത്ര റക്അത്തായി? ഫർള് തന്നെ 17 റക്അത്തായി. കൂട്ടി നോക്കിക്കോളൂ, 17 റക്അത്ത്. ഈ 17 റക്അത്തിലും ഷാഫി മദ്ഹബ് അനുസരിച്ച് ഇമാമും മഅ്മൂമും, ഇമാമിനെ പിന്തുടർന്നവനല്ല, അത് മസ്ബൂക്കാണ്. ഇമാമിനോടൊപ്പം നേരത്തെ തുടർന്നവനാണ് എന്ത് പറയാ? മഅ്മൂം. രണ്ടുപേരും എന്ത് ഓതണം? ഫാത്തിഹ സൂറത്ത് ഓതണം. ലാ സ്വലാത്ത ലിമൻ യഖറഉ ബിഫാത്തിഹത്തിൽ കിതാബ്. ഫാത്തിഹ സൂറത്ത് ഓതിയില്ലെങ്കിൽ നിസ്കാരം ഇല്ല. അങ്ങനെയാണല്ലോ മസല. അതുകൊണ്ടാണ് തറാവീഹ് നിസ്കരിക്കുമ്പോൾ പോലും ആര് ഓതണമെന്ന് പറയുന്നത്? മഅ്മൂം ഓതണം. പുറകെ നിൽക്കുന്നത് കാര്യം അനന്തര മുതലുള്ള ഹത്തീബിനെ അന്വേഷിച്ചിട്ട് അവൻ ഓടി നടന്നത്. ഏത് പള്ളിയിൽ കയറിയാലും ശരി ഫാത്തിഹ ഓതിയേ പറ്റൂ. ഷാഫി മദ്ഹബ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അല്ല വെറുതെ ഓത്ത് കേട്ടിട്ട് റുക്ക് ചെയ്താലൊന്നും സാധനം കിട്ടില്ല. ശരിക്കും മനസ്സിലായിക്കോ. അങ്ങനെയാണ് നിസ്കരിച്ചെങ്കിൽ നിസ്കാരം മുഴുവൻ വെള്ളത്തിലാണ്. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. ഫാത്തിഹ ഓതിയെങ്കിലേ പറ്റുള്ളൂ. ഈ ഫാത്തിഹ സൂറത്തിൽ നമ്മൾ 5 വഖത്തിലും 5 നേരവും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ? അതിനകത്തുള്ള ആകെയുള്ള ദുആ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. നേരായ പാതയിലേക്ക് എത്തിക്കണേ. നേരായ പാത സിറാത്തുൽ മുസ്തഖീം ഏതാ? മക്കയിലേക്കുള്ള വഴി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരു തഫ്സീറാണ് പറഞ്ഞത് കേട്ടോ, ഒരു വ്യാഖ്യാനം. ആ വ്യാഖ്യാനം അനുസരിച്ച് തന്നെ അതിലേക്ക് നമ്മളെ തടഞ്ഞിരിക്കുക. 5 നേരം നീ ചോദിച്ചുകൊണ്ടിരിക്കുക, അങ്ങോട്ട് എത്തിക്കണേ. എത്തിയിട്ടില്ല. അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ.
നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, അള്ളാഹു എത്തിച്ചു നൽകി അനുഗ്രഹിക്കട്ടെ. ഒരു പ്രാവശ്യമല്ല ചോദിക്കുന്നത്, ഒരു ദിവസം എത്ര വട്ടം ചോദിക്കുന്നുണ്ട്. നീ പോലും അറിയാതെ ഈ ദുആ എത്ര വട്ടം വരുന്നുണ്ട്? 17 വട്ടം വരുന്നുണ്ട്. അതാണ് ശ്രദ്ധിക്കാൻ. ഫർളിൽ മാത്രം. ഫർളിന് മുമ്പ് ശേഷമുള്ള റവാത്തിബ് സുന്നത്തുണ്ടെങ്കിൽ അതും കൂടി കൂട്ടണം. ളുഹ ഉണ്ടെങ്കിൽ അത് കൂട്ടിക്കോണം. തഹജ്ജുദ് ഉണ്ടെങ്കിൽ അത് കൂട്ടണം. അവ്വാബി നിസ്കാരം മഗ്രിബ് ഇശാഇനിടയിൽ ഉണ്ടെങ്കിൽ അത് കൂട്ടണം. വിത്ർ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ അത് കൂട്ടണം. മറ്റെന്തെങ്കിലും സുന്നത്തുണ്ടെങ്കിൽ അത് കൂട്ടണം. അതിലൊക്കെ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം നീ ചോദിക്കുന്നുണ്ട്, എന്നിട്ട് നിനക്ക് അങ്ങോട്ട് എത്താൻ പറ്റുന്നില്ല. അപ്പൊ നിന്നെ എത്രത്തോളം ശൈത്താൻ തടഞ്ഞിട്ടുണ്ട് മനസ്സിലാക്കണം. അതുകൊണ്ട് ആ പിശാചിന്റെ കുതന്ത്ര വലയത്തിൽ നിന്ന് ചാടി വരി പുറത്തിറങ്ങണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അവന്റെ വല പൊട്ടിച്ചിട്ട് നമുക്ക് ഇറങ്ങണം. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. നിയ്യത്ത് വെക്കണം. അത്രക്കുണ്ടെങ്കിൽ നമ്മൾ അവനെ തോൽപ്പിക്കണം. ألم أعهد إليكم يا بني آدم ألا تعبدوا الشيطان إنه لكم عدو مبين. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് യാസീനിലൂടെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. നാളെ മഹ്ശറയിലെത്തുമ്പോൾ ദുനിയാവിൽ ഹജ്ജ് ചെയ്യാത്തവന്, പാപങ്ങളെ കണ്ണീരൊപ്പാത്തവൻ, പിശാചിന്റെ കരവലയത്തിൽ പെട്ടുപോയ മനുഷ്യൻ നരകത്തെ മുന്നിൽ കണ്ടുകൊണ്ട് വിലപിക്കുമ്പോൾ അല്ലാഹു മലക്കുകൾ മുഖേന ചോദിക്കുകയാണ്, അലം അഹദ് ഇലൈക്കും യാ ബനി ആദം അല്ലാ തഅബുദു ശൈത്താൻ. അല്ലയോ ആദമിന്റെ മക്കളെ, പ്രിയപ്പെട്ട സന്തതികളെ, ചമക്കാലിലുള്ള തൃശ്ശൂരിലുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ, മുസ്ലിമത്തെ, നിന്നോട് നാം കരാറ് ചെയ്തിരുന്നില്ലയോ? അല്ലാ തഅബുദു ശൈത്താൻ, നിങ്ങൾ പിശാചിനെ ആരാധിക്കരുതേ. ഇന്നഹു ലക്കും അദുവ്വൻ മുബീൻ, അവൻ നിങ്ങൾക്ക് വ്യക്തമായ ശത്രുവാണ് എന്ന് നിങ്ങൾക്ക് നാം പറഞ്ഞു നൽകിയില്ലയോ? നാളെ അല്ലാഹു ചോദിക്കും. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഇതിനു വേണ്ടി ഇറങ്ങുമ്പോൾ ഒന്നാമതായി നിയ്യത്ത് വെക്കേണ്ടത് നല്ല സമ്പാദ്യം വേണം. അതില്ലെങ്കിൽ പ്രശ്നം. കുറച്ച് പലിശയുടെ പൈസ ഉസ്താദേ അങ്ങി കിടപ്പുണ്ട്, ഇൻട്രസ്റ്റുമായിട്ട് ഇരുന്നോളി, ഇൻട്രസ്റ്റോടുകൂടി. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. 5ന്റെ പൈസ ഹറാമുമായിട്ട് ഇറങ്ങരുത്. ഇറങ്ങിയ ഹലാക്കായി. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഇത് മാത്രല്ല, മോമിനായ മനുഷ്യൻ എന്ത് കാര്യം ചെയ്താലും ഹലാലും അല്ലാതെ പരിപാടി നടക്കൂല. അതങ്ങനെയാണ്. ബാങ്കിലെ പൈസ, പലിശയുടെ പൈസ ഇരിപ്പുണ്ട്. 5 ലക്ഷം രൂപ ആകാറായി. എന്നാ പിന്നെ അടുത്ത കൊല്ലം പോയേക്കാം, നമ്മുടെ കാര്യം ഓക്കെ. പെണ്ണുങ്ങൾക്ക് കുറച്ചും കൂടി പൈസ വെക്കണം. സാധേ പലിശ പൈസ നടക്കൂല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഹലാലായ സമ്പാദ്യവുമായി പരിശുദ്ധമാക്കപ്പെട്ട ഹജ്ജിന് വേണ്ടി വീട്ടിൽ നിന്ന് യാത്ര ചോദിച്ച് പുറത്തിറങ്ങുന്ന പ്രിയപ്പെട്ട മുസ്ലിമേ, മുസ്ലിമത്തെ, നീ വീട്ടിൽ നിന്ന് ഇടതുകാല് വെച്ച് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ യൻസിലുൽ മലായിക മിനസ് സമാ, ആകാശലോകത്ത് നിന്ന് മലക്ക് ഇറങ്ങി വന്നുകൊണ്ട് വിളിച്ചു പറയുകയാണ്, ലബ്ബൈക വസഅദൈക്, ലബ്ബൈക വസഅദൈക്. സ്വാഗതമാണ്, കടന്നു വരിക. ഹജ്ജുക മഖ്ബൂൽ വമബ്റൂർ. നിന്റെ ഹജ്ജ് സ്വീകാര്യമാണ്, നിന്റെ ഉംറ അല്ലാഹു സ്വീകരിച്ചിരിക്കുകയാണ്. എന്തേ കാരണം എന്തെന്നറിയുമോ? മൽബസുക ഹലാൽ വമശറബുക ഹലാൽ വമതഅമുക ഹലാൽ. നീ ധരിച്ചിരിക്കുന്ന വസ്ത്രം ഹലാലാണ്, നീ കുടിച്ചിരിക്കുന്നതായ പാനീയം ഹലാലാണ്, നീ ധരിച്ചിരിക്കുന്ന വസ്ത്രവും നീ കഴിച്ചതാകുന്ന ഭക്ഷണവുമെല്ലാം ഹലാലാണ്. അതുകൊണ്ട് നിന്റെ ഹജ്ജ് അല്ലാഹു സ്വീകരിച്ചു എന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ആകാശ ലോകത്ത് നിന്ന് മലക്ക് പറയുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. എയർപോർട്ടിലേക്ക് പോയിട്ടില്ല, വസ്ത്രം മാറിയിട്ടില്ല, ഇഹ്റാമിന്റെ നിയ്യത്ത് ചെയ്തിട്ടില്ല,
അതിന്റെ സുന്നത്ത് നമസ്കരിച്ചിട്ടില്ല, മക്ക കണ്ടിട്ടില്ല, കഅബ ദർശിച്ചിട്ടില്ല, കഅബ കാണുമ്പോഴുള്ള പ്രാർത്ഥന നിർവഹിച്ചിട്ടില്ല, റുക്നുൽ യമാനി കണ്ടിട്ടില്ല, ഹദറുൽ അസ്വദ് തൊട്ടുമുട്ടിയിട്ടില്ല, പരിശുദ്ധമായ തവാഫ് നിർവഹിച്ചിട്ടില്ല, തവാഫിന് ശേഷമുള്ള സുന്നത്ത് നമസ്കരിച്ചിട്ടില്ല, പരിശുദ്ധമായ സഫാ മർവ കണ്ടിട്ടില്ല, അതിനിടയിലുള്ള സഅയ് നിർവഹിച്ചവനല്ല, പരിശുദ്ധമായ അറഫയിലും മുസ്ദലിഫയിലും മിനയിലും അവൻ എത്തിയിട്ടില്ല, അവൻ പോയിട്ടില്ല, നിന്നിട്ടില്ല, രാപാർത്തിട്ടില്ല, അവൻ കല്ലെറിഞ്ഞിട്ടില്ല. ഒന്നും ചെയ്യാത്തവനോട് അല്ലാഹുവിന്റെ മലക്കുകൾ വീട്ടിൽ നിറങ്ങുമ്പോൾ തന്നെ ഹലാലായ സമ്പാദ്യമായിട്ടാണോ നീ വീട്ടിൽ നിറങ്ങുന്നത്? വിളിച്ചു പറയുകയാണ്, മലക്കുകൾ വിളിച്ചു പറയുകയാ, ഹജ്ജുക മബ്റൂർ വ ഉംറതുക മഖ്ബൂൽ ലബ്ബൈക വസഅദൈക ലബ്ബൈക വസഅദൈക. സ്വാഗതമാണ്, സ്വാഗതമാണ്, കടന്നു വരൂ, വിജയിച്ചു വരൂ. നിങ്ങളുടെ ഹജ്ജ് അല്ലാഹു സ്വീകരിച്ചിരിക്കുന്നു, നിങ്ങളുടെ ഉംറയെ അല്ലാഹു കബൂലാക്കിയിരിക്കുന്നു. ഹജ്ജിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുന്ന പ്രിയപ്പെട്ട മുസ്ലിമേ, ഈ വർഷത്തെ ഹജ്ജിന് വേണ്ടി പോകുന്നതായ പ്രിയപ്പെട്ട മുസ്ലിം സഹോദര സഹോദരി, നിന്റെ സമ്പാദ്യം ഹലാലാണോ ഹറാമാണോ? ചിന്തിക്കണേ, ചിന്തിക്കണേ. ഹലാലാണെങ്കിൽ മാത്രമാണ് സ്വീകാര്യമാകുകയുള്ളൂ. ഹറാമായ സമ്പാദ്യവുമായിട്ടാണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത് എങ്കിൽ മലക്കുകൾ വിളിച്ചു പറയുകയാണ്, ലാ ലബ്ബൈക വലാ സഅദൈക, ലാ ലബ്ബൈക വലാ സഅദൈക, ഹജ്ജുക മർദൂദ് വ ഉംറതുക ഗൈറു മഖ്ബൂൽ. നിന്റെ ഹജ്ജ് സ്വീകാര്യമല്ല. നീ പാപങ്ങളുടെ കണ്ണീരൊപ്പിയവനായിരിക്കാം, നീ നിരാലംബര കബലംബമായിരിക്കാം, നീ ചമക്കാല ജമാഅത്തിലുള്ള മുഴുവൻ ആളുകൾക്കും ഉച്ചയ്ക്ക് നല്ല ബിരിയാണി കൊടുത്തിട്ടുണ്ടാവാ, പക്ഷെ നിന്റെ ഹജ്ജ് അല്ലാഹു സ്വീകരിക്കില്ല, സ്വീകരിക്കില്ല. ഏതെല്ലാം സുഹൃതങ്ങൾ ചെയ്താലും, ഏതെല്ലാം നിലയിലുള്ള സൽപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടാലും, പരിശുദ്ധമായ ഹജ്ജിന് വേണ്ടി എയർപോർട്ടിലേക്ക്, കൊച്ചിൻ എയർപോർട്ടിലേക്ക് എത്തിയതാകുന്ന മനുഷ്യ വീട്ടിൽ നിറങ്ങുമ്പോൾ തന്നെ മലക്കുകളുടെ ശാപമാണ്. അവർ വിളിച്ചു പറഞ്ഞിരിക്കുകയാണ്, ലാ ലബ്ബൈക വലാ സഅദൈക. ഹജ്ജ് ചെയ്തിട്ട് നാട്ടിൽ വന്നിട്ട് പോസ്റ്റർ എഴുതുമ്പോ ഹാജി എന്ന പേരെഴുതാൻ വരട്ടെ പ്രിയപ്പെട്ട വാപ്പാ, നോട്ടീസിൽ ഹജ്ജുമ്മ എന്ന് എഴുതിക്കോ എന്ന് വാദോരാതെ പറയരുതേ പ്രിയപ്പെട്ട ഉമ്മ. ഹറാമായ ധനമല്ലേ, ഹറാമായ പൈസയല്ലേ. നിങ്ങളുടെ ഹജ്ജ് അല്ലാഹു തട്ടിയിരിക്കുകയാണ്. ഹജ്ജുക മർദൂദ് വ ഉംറതുക ഗൈറു മഖ്ബൂൽ. നിങ്ങളുടെ ഹജ്ജ് അല്ലാഹു സ്വീകരിച്ചിട്ടില്ല, സ്വീകരിച്ചിട്ടില്ല. ഉംറ അല്ലാഹു കബൂലാക്കിയിട്ടില്ല. ഹറാമായ സമ്പാദ്യവുമായിട്ട് പരിശുദ്ധമായ കഅബയെ പുൽകാൻ കടന്നു വരുന്ന മനുഷ്യ മാനവ, ഹിദായത്തിന്റെ പ്രഭവ കേന്ദ്രമാകുന്ന കഅബയെ നീ കണ്ടിട്ട് കാര്യമില്ല, കാര്യമില്ല. അല്ലാഹു നിന്റെ ഹജ്ജും ഉംറയും സ്വീകരിക്കുകയേ ഇല്ല. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ തന്നെ മലക്ക് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞു. മനസ്സിലാക്കണം, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ തന്നെ കാര്യത്തിൽ തീരുമാനമായി. അജയരെ സ്വീകരിച്ചിട്ടില്ല, ഇങ്ങോട്ട് വരണ്ടെന്ന് അർത്ഥം. പിന്നെ അവിടെ വന്നിട്ട് തവാഫ് 50 വട്ടം ചെയ്തു. ഞാൻ കഅബയുടെ കില്ല പിടിച്ച് പൊട്ടിക്കരഞ്ഞു, കഅബയുടെ വാതിമേ തൂങ്ങിക്കിടന്നു. ഒരു കാര്യമില്ല. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. മനസ്സിലായിക്കോ? അതുകൊണ്ട് ഹലാലായ സമ്പാദ്യവുമായി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകും. അതെപ്പോഴും വേണമല്ലോ. മുൻഗാമികളായ ആളുകൾ, തന്റെ പ്രിയപ്പെട്ടതാകുന്ന ഭാര്യമാർ, അവർ ജോലിക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ അവരുടെ അടുക്കലേക്ക് വന്നുകൊണ്ട് വിളിച്ചു പറയുകയാണ്, വീടിന്റെ ഉമ്മറപ്പടിയിൽ നിന്നുകൊണ്ട് പ്രിയപ്പെട്ട ഭർത്താവിനെ വിളിച്ചിട്ട് പറയുകയാണ്, ഇയ്യാകും വകസ്ബൽ ഹറാം, ഇയ്യാകും വകസ്ബൽ ഹറാം, ഫഇന്നാ നസ്ബിറു അലൽ ജൂ വലാ നസ്ബിറു അലൻ നാർ.
നിങ്ങളെ സൂക്ഷിക്കണേ ഭർത്താക്കന്മാരെ. നിങ്ങൾ ഹലാലല്ലാത്തത് സമ്പാദിച്ചു കൊണ്ടുവരരുതേ. ചാമക്കാലിലുള്ള ഏത് ഉമ്മയാണ്, ഏത് ഭാര്യമാരാണ് സ്വന്തം ഭർത്താവിനോട് പ്രവാസ ലോകത്ത് പോകുന്ന പ്രിയപ്പെട്ട ഭർത്താവിന് വിളിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത് ഹലാലല്ലാത്തത് കൊണ്ടുവരരുതേ? പ്രിയപ്പെട്ട വാപ്പാ, പ്രിയപ്പെട്ട പ്രിയതമാ, ഹലാലല്ലാത്തത് കൊണ്ടുവരരുതേ. അയിമ്മത്തുകളുടെ പ്രിയപ്പെട്ട ഭാര്യമാർ, സ്വഹാബത്തിന്റെ പ്രിയപ്പെട്ട ഭാര്യമാർ, ഭർത്താക്കന്മാർ ജോലിക്ക് വേണ്ടി പോകുമ്പോ 6 മാസക്കാലം കഴിഞ്ഞിട്ടേ തിരിച്ചു വരൂ എന്നുള്ള തിരിച്ചറിവുള്ള ഭാര്യ ഭർത്താവിനോട് വിശപ്പിന്റെ കാഠിന്യതയിൽ നിലകൊള്ളുന്ന വേളയിൽ പോലും ഭർത്താവിനോട് പറയുകയാണ്, വിശപ്പിന്റെ മേൽ സഹിക്കാൻ ഞങ്ങൾ തയ്യാറാണ്, ഞങ്ങൾ പട്ടിണി കിടക്കാൻ തയ്യാറാണ്, വിശപ്പ് സഹിക്കാൻ തയ്യാറാണ്, നോമ്പ് നോറ്റ് വീടാൻ ഞങ്ങൾ തയ്യാറാണ്. ഹറാമ് കൊണ്ടുവന്ന് ഞങ്ങളെ ഭക്ഷിപ്പിക്കുന്നതിന്റെ പേരിൽ നരകം വിലക്ക് വാങ്ങാൻ തയ്യാറല്ല. വലാ നസ്ബിറു അലന്നാർ, നരകത്തിന്മേൽ ക്ഷമിക്കാൻ ഞങ്ങൾക്ക് പറ്റൂല. അതുകൊണ്ട് ഞങ്ങളെ ഹറാമ് തീറ്റിക്കരുത്.